പതിവ് പോലെ ഓഫ് ഡേയുടെ ക്ഷീണമൊക്കെ തീർത്ത് എഴുന്നേറ്റ് വന്ന് ഇന്ന് എന്ത് കറി വെക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് വെണ്ടയ്ക്ക ഇരിക്കുന്നത് കണ്ടു. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഏട്ടനോട് ചോദിച്ചപ്പം കട്ട് ചെയ്ത് കൊടുക്കാമെന്നൊരു ടാസ്ക് മാത്രമാണ് ആളെന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് കൊടുത്തു. എന്ത് കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു, നേരത്തെ പൂനെയിലായിരുന്ന സമയത്ത് കൂട്ടുകാരോ പറഞ്ഞു കൊടുത്തൊരു റെസിപ്പിയുണ്ട്, അത് വെച്ചിട്ട് നമുക്കിന്നൊരു വെണ്ടയ്ക്ക സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യലായി ഒരു വെണ്ടയ്ക്ക വറുത്തരച്ച കറിയാണ് ഏട്ടൻ ഉണ്ടാക്കിയത്. ആൾ എന്തുണ്ടാക്കിയാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്. കാരണം ഞാൻ എങ്ങനെയൊക്കെ കുക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ആ ഒരു രീതിയിൽ ഒരിക്കലും ഉണ്ടാക്കുന്നതിന് ഇത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല. പക്ഷേ ഏട്ടൻ കുക്ക് ചെയ്താൽ എന്ത് ഇൻഗ്രീഡിയൻസ് ഇട്ട് ഉണ്ടാക്കിയാലും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അത് വേറെ ലെവൽ തന്നെയാണ്. അങ്ങനെ ഏട്ടൻ തേങ്ങയൊക്കെ വറുത്തരച്ച് അത് ആ വഴണ്ട് വന്ന വെണ്ടയ്ക്കയിലേക്ക് ഇട്ട് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പിന്നെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കായം അതും കുറച്ചൊക്കെ ഇട്ടിട്ട് ആ തിളച്ച് വരുമ്പോൾ ഉള്ളൊരു മണം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ വെണ്ടയ്ക്ക തീയിലൊക്കെ വെക്കുമ്പം തേങ്ങ വറുത്തരച്ച ഒരു മണം, ആ മണം കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാനുള്ള ഒരു ആഗ്രഹം തോന്നും. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെണ്ടയ്ക്ക വറുത്തരച്ചൊരു കറി കഴിക്കുന്നത്. ചോറിൻ്റെ കൂടെ അത് കഴിച്ച് നോക്കിയപ്പോൾ സംഭവം പൊളിയാണ് കേട്ടോ.